നിങ്ങൾക്ക് സമാധാനം വേണോ? സന്തോഷമുള്ള ജീവിതം വേണോ? ഈ ദുനിയാവും ആഖിറവും രക്ഷപ്പെടണോ? ഒന്നാമതായി ചെയ്യേണ്ട കാര്യം എന്തെന്നറിയോ? അല്ലാഹ് പഠിക്കൂ. അല്ലാഹ് പഠിക്കൂ. ഈമാൻ നിന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് ഇറങ്ങട്ടെ. വെറുതെ മുസ്ലിമാണെന്ന് പറഞ്ഞ് നടന്നാ പോരാ. നമ്മളെല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമല്ലോ. എന്താണ് അതിന്റെ അർത്ഥമെന്ന് നിനക്കറിയുമോ വാപ്പാ? ചെറുപ്പക്കാരാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മരിച്ചു കഴിഞ്ഞാൽ 70,000 പ്രാവശ്യം പറയുമല്ലോ. ഇപ്പോഴും പള്ളിയിൽ നിന്ന് നിസ്കരിച്ചിട്ട് വരികയാണ്, 10 വട്ടം പറഞ്ഞല്ലോ. എന്താണ് നിനക്കതിന്റെ അർത്ഥമെന്നറിയുമോ സഹോദരാ? വെറുതെ പറഞ്ഞാ പോരാ. കയ്യിലെ തസ്ബീഹ് ഇട്ടുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ദിക്റ് പറഞ്ഞു നടക്കുന്ന പെങ്ങള്, അതങ്ങനെ പറഞ്ഞു തള്ളാറുള്ളതല്ല. നിനക്കതിന്റെ അർത്ഥമറിയില്ല, നിനക്കതിന്റെ വിലയറിയില്ല, നിനക്കതിന്റെ മഹത്വമറിയില്ല. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, അബൂ ഹുറൈറ തങ്ങള് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അബൂ ഹുറൈറ, ഏതെങ്കിലും ഒരു മനുഷ്യന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരു മനുഷ്യൻ പറഞ്ഞാൽ അവന് സ്വർഗത്തിലാണ്. അബൂ ഹുറൈറ, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് സ്വർഗത്തിൽ പോകാൻ അതിന്റെ വില നമുക്കറിയില്ലല്ലോ, അതിന്റെ മഹത്വം നമുക്കറിയില്ലല്ലോ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഒരു സന്തോഷമുള്ള ജീവിതം കിട്ടുന്നില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാവരും ആഗ്രഹിക്കുകയാണ്, പടച്ചവനെ എവിടെ നിന്നാണ് സമാധാനം കിട്ടുന്നത്? എവിടെ നിന്നാണ് സന്തോഷമുള്ള ഒരു ജീവിതം കിട്ടുന്നത്? അത് എങ്ങനെയാണ് നേടിയെടുക്കാൻ കഴിയുന്നത്? വീടിന്റെ അകത്ത് സമാധാനമില്ല, കുടുംബജീവിതത്തിൽ സമാധാനമില്ല, പടച്ചവനെ മക്കളിൽ സമാധാനമില്ല, ഒന്നിലും സമാധാനമില്ലാതെ പടച്ചവനെ എങ്ങനെയെങ്കിലും പടച്ചവനെ ഒരു നല്ല ജീവിതം കിട്ടണമെന്ന ആഗ്രഹത്തോടെ എവിടെ നിന്നാണ് സമാധാനം നേടിയെടുക്കാൻ കഴിയുന്നതെന്ന് പറഞ്ഞ് തിരഞ്ഞുകൊണ്ട് നടക്കുന്നവര്, അത് പണം കൊടുത്ത് വാങ്ങാൻ പറ്റുന്നതല്ല, ആൾബലം കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്നതല്ല, പടച്ചവനെ രാഷ്ട്രീയ ബലം കൊണ്ടെടുക്കാൻ പറ്റുന്നതല്ല, പിന്നെ അത് പടച്ച റബ്ബ് തരണമല്ലോ. അത് അല്ലാഹുവിന്റെ അനുഗ്രഹമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സമാധാനമെന്ന് പറയുന്നത് അല്ലാഹു തരുന്ന ഒരു അനുഗ്രഹമാണ്. അത് അല്ലാഹ് ഇഷ്ടപ്പെട്ടവർക്കേ കൊടുക്കൂ, അത് അല്ലാഹ് ഇഷ്ടപ്പെട്ടവർക്കേ കൊടുക്കൂ. അത് കിട്ടണമെങ്കിൽ പടച്ചവനെ കഷ്ടപ്പാടുണ്ട്. എങ്ങനെയാണ് സമാധാനമുള്ള ജീവിതം കിട്ടുന്നത്? അത് വെറുതെ കിട്ടില്ലല്ലോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുന്ന സമാധാനമുള്ള ഒരു ജീവിതം വേണോ? സന്തോഷമുള്ള ഒരു ജീവിതം വേണോ? ഈ ദുനിയാവിൽ അല്ലാഹു തന്നിരിക്കുന്ന ആയുസ് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിച്ച് മരിക്കുമ്പോ സമാധാനത്തോടുകൂടി അല്ലാഹുവേ ഷഹാദത്ത് കലിമ പറഞ്ഞുകൊണ്ട് വെള്ളിയാഴ്ച രാവിലോ പകലിലോ നന്മ ചെയ്ത് തൗബ ചെയ്ത് പടച്ചവനെ ഷഹീദിനെ പോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുറക്കെ പറഞ്ഞുകൊണ്ട് ഷഹീദിനെ പോലെ മരിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ, സമാധാനമുള്ള ഒരു ജീവിതം കിട്ടാൻ, ഈ ദുനിയാവിലെ സന്തോഷമുള്ള ഒരു ജീവിതം കിട്ടാൻ അതിനുള്ള വഴി എന്താണെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ, മൻ അമില സ്വാലിഹൻ മിൻ ദകരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറഞ്ഞു തരികയാ, ഈ ദുനിയാവിലൊരു നല്ല ജീവിതം കിട്ടാൻ, ഈ ദുനിയാവിലൊരു സമാധാനമുള്ള ജീവിതം കിട്ടാ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, മൻ അമില സ്വാലിഹൻ മിൻ ദകരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹയ്യന്നഹു ഹയാത്തുൻ ത്വയ്യിബ.
അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാണ്, ഹയാത്തുൻ ത്വയ്യിബ, ഒരു നല്ല ജീവിതം അല്ലാഹു നിങ്ങൾക്ക് തരും സഹോദരാ. ഒരു സമാധാനമുള്ള ജീവിതം, ഒരു സന്തോഷമുള്ള ജീവിതം, ഒരു ആനന്ദമുള്ള ജീവിതം. കൊട്ടാരമില്ല കുടിലാണെങ്കിലും ചോർന്നൊലിക്കുന്ന കൂരയാണെങ്കിലും സമാധാനമുണ്ടല്ലോ. പടച്ചവനെ, മട്ടനും മന്തിയും ഇല്ലെങ്കിലോ കഞ്ഞിയും പയറുമാണെങ്കിലും തിന്നാ വയറ് നിറയുമല്ലോ. പടച്ചവനെ, നമ്മുടെ പൊന്നാര മക്കളെ കാണുമ്പോ തൃപ്തിപ്പെടാൻ കഴിയുന്നുണ്ടല്ലോ. സൗന്ദര്യമില്ലാത്തവളാണെങ്കിലും അവളുടെ കൂടെ കിടക്കുമ്പോ പടച്ചവനെ നമുക്ക് തൃപ്തി ലഭിക്കുന്നല്ലോ. അള്ളാഹു തന്നതിൽ മുഴുവനും ബറക്കത്ത് ലഭിച്ച സമാധാനത്തോടെ സന്തോഷത്തോടുകൂടി ഈ ദുനിയാവിൽ ജീവിക്കണമെങ്കിലോ അള്ളാഹു പറയുന്നു, മൻ അമില സ്വാലിഹാ, സൽക്കർമ്മങ്ങൾ അധികമായിട്ട് നിങ്ങൾ പ്രവർത്തിക്കണേ. ഒരുപാട് നന്മകൾ നിങ്ങൾ ചെയ്യണേ, ഒരുപാട് സൽക്കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യണേ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, വല്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാ ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. പരീക്ഷണത്തിന്റെ തീച്ചൂളയിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, സന്തോഷമുള്ള ഒരു ജീവിതം വേണോ, സമാധാനമുള്ള ഒരു ജീവിതം വേണോ? അങ്ങനെയുള്ള ജീവിതം കിട്ടാനുള്ള വഴി എന്തെന്നറിയോ? നിനക്ക് തോന്നുന്നത് പോലെ ജീവിച്ചാ പോരാ, നിനക്ക് തോന്നുന്നത് പോലെ ജീവിച്ചാ പോരാ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനും ദീനും പറയുന്ന രീതിയിൽ, അള്ളാഹുവിന്റെ പ്രവാചകന് പറഞ്ഞു തരുന്ന രീതിയിൽ നമ്മൾ ജീവിച്ചാൽ പടച്ചവനെ സമാധാനം കിട്ടുമല്ലോ. അത് തേടി നടക്കുന്നവരുണ്ടല്ലോ. പടച്ചവനെ എല്ലാവരും മഹാന്മാരെ ഇഷ്ടപ്പെടുന്നവരാണ്. മക്ബറകളിലേക്ക് പടച്ചവനെ സ്നേഹിക്കണമല്ലോ. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ സ്നേഹിക്കണമല്ലോ. അവിടെ പോയി ദുആ ചെയ്യുന്നവരാണല്ലോ. ആ മക്ബറകളുടെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോ ഏകദേശമുള്ള ഏത് മക്ബറയുടെ മുമ്പിലേക്ക് കടന്നു ചെന്നാൽ അവിടെ ഒരായത്ത് എഴുതി വച്ചിരിക്കുന്നത് കാണാ. എല്ലാ മക്ബറകളുടെ മുന്നിലും പടച്ചവനെ ഒരായത്ത് എഴുതി വച്ചിരിക്കുന്നത് കാണാ. അത് വെറുതെ എഴുതി വച്ചിരിക്കുന്നതല്ല, അത് വെറുതെ എഴുതി വച്ചിരിക്കുന്നതല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാന്മാരെ സ്നേഹിക്കണം, അവരെ ആദരിക്കണം, അവരെ ബഹുമാനിക്കണം, അവരെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ നമ്മൾ കൊണ്ടു നടക്കണം. അള്ളാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? എന്തിനാ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നവരുണ്ട്. ഇതിന്റെ ആവശ്യമുണ്ടോ എന്ന് ബുത്തുവിന് ബറാഇന്റെ ബോധം നഷ്ടപ്പെടുകയാ. പിന്നെ എപ്പോഴെങ്കിലും ആയിരിക്കും വരുന്നത്. വളരെ പ്രയാസത്തിൽ കിടക്കുകയാണെന്നറിയുമ്പോ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് കാണാ പോകുകയാണ്. ഈ ചെറുപ്പക്കാരൻ രോഗം പിടിച്ച് കിടക്കുന്നതാണെന്നറിയുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് രോഗസന്ദർശനം നടത്താ കടന്നു പോവുകയാ. അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരുപാട് ദൂരം സഞ്ചരിച്ചു. തൽഹത്ത് ബിൻ ബറാ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ വീടിനകത്തേക്ക് മുത്തുനബി കടന്നു വരുമ്പോ ബോധമില്ലാതെ കിടക്കുകയാ, ബോധം നഷ്ടപ്പെട്ട് കിടക്കുകയാ. അള്ളാഹുവിന്റെ പ്രവാചകൻ അടുത്ത് പോയിരുന്നു. റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്തു. പടച്ചവനെ, ഒരുപാട് സമയം അവിടെ ഇരുന്നു. പക്ഷേ തൽഹത്ത് ബിൻ ബറാഇന് ബോധം വരുന്നില്ല. അവിടെന്ന് ബോധം വന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരുപാട് നേരം അവിടെ സമയം ചെലവഴിച്ചു. അവസാനം അവിടെന്ന് ഇറങ്ങുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകന് മനസ്സിലായി, പടച്ചവനെ, ഈ ചെറുപ്പക്കാരൻ മഹാനായ തൽഹത്ത് ബിൻ ബറാഇന്റെ മരണം അടുത്തിരിക്കുകയാണ്. സക്കറാത്തിന്റെ അവസ്ഥയിലാണ്. മരണത്തിന്റെ അടയാളങ്ങൾ കാണുന്നുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് മനസ്സിലായി. കുടുംബക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ ചെറുപ്പക്കാരൻ മരിച്ച, ഈ തൽഹത്ത് ബിൻ ബറാഅ മരിച്ച എന്നെ അറിയിക്കണമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകന് കുടുംബക്കാരോട് പറയുകയാ. എപ്പോ മരിച്ചാലും എന്നെ അറിയിക്കണേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് കുടുംബക്കാരോട് പറഞ്ഞു കൊടുത്തിട്ട് പോകുകയാ. എന്റെ പ്രിയമുള്ളവരെ, തൽഹത്ത് ബിൻ ബറാഇന് ബോധം വന്നു. കുടുംബക്കാര് പറഞ്ഞു, തൽഹാ, നീ എത്ര വലിയ ഭാഗ്യവാനാ. അല്ലാഹുവിന്റെ പ്രവാചകൻ നിന്നെ കാണാമെന്നല്ലോ. അള്ളാന്റെ റസൂൽ രോഗസന്ദർശനം നടത്തിയല്ലോ. നിനക്ക് വേണ്ടി ദുആ ചെയ്തല്ലോ. കുടുംബക്കാരോട് ചോദിച്ചു, അള്ളാഹുവിന്റെ പ്രവാചകൻ എന്താണ് പറഞ്ഞത്, എന്താണ് പറഞ്ഞത്? അവിടെന്ന് പറഞ്ഞു, ത്വൽഹാ, നീ മരിച്ചാൽ അറിയിക്കണമെന്ന് പറഞ്ഞിട്ടാ പോയത്.
തൽഹത്ത് ബിൻ ബറാ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയുകയാ, ഞാൻ രാത്രിയിലാണ് മരിക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോട് പറയല്ലോ, ഞാൻ രാത്രിയിലാണ് മരിക്കുന്നതെങ്കിൽ നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയരുത്. കാരണം എന്തെന്നറിയുമോ? ഇദാ മിത്ത ഫലാ തുർസിൽ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലിഅന്നി അഖാഫു അലൈഹി മിനൽ യഹൂദ്. ഞാൻ രാത്രിയിലാണ് മരിക്കുന്നതെങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ അറിഞ്ഞാൽ അങ്ങ് മക്കത്ത് നിന്ന് മദീനത്ത് നിന്ന് എന്റെ വീട്ടിലേക്ക് അല്ലാഹുവിന്റെ പ്രവാചകന് കടന്നു വരുമല്ലോ, ഒരുപാട് ദൂരം സഞ്ചരിക്കണമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ ആരെങ്കിലും ഉപദ്രവിക്കുമോ എന്ന് എനിക്ക് വല്ലാത്ത പേടിയാ. അല്ലാഹുവിന്റെ റസൂലിനെ ആരെങ്കിലും ഉപദ്രവിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് റസൂലുള്ളയോട് പറയല്ലേ. തൽഹത്ത് ബിൻ ബറാ രാത്രിയിലാണ് മരണപ്പെടുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞില്ല. പടച്ചവനെ, അവസാനം അല്ലാഹുവിന്റെ റസൂൽ കുടുംബക്കാരെ കണ്ടപ്പോ അവിടുന്ന് ചോദിച്ചു, തൽഹത്ത് ബിൻ ബറാഇന് എങ്ങനെയുണ്ട് നബിയേ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, തൽഹത്ത് ബിൻ ബറാഉ മരണപ്പെട്ടു നബിയേ. റസൂലുള്ള ചോദിച്ചു, നിങ്ങളോട് ഞാൻ പറഞ്ഞതാണല്ലോ, എന്നോട് പറയണമെന്ന് പറഞ്ഞതാണല്ലോ, എന്തുകൊണ്ടാണ് നിങ്ങൾ പറയാതിരുന്നത്? യാ റസൂലല്ലാഹ്, മരിക്കുന്നതിന് മുമ്പ് ഞങ്ങളോട് വസിയ്യത്ത് ചെയ്തിരുന്നു നബിയേ, രാത്രിയിലാണ് മരിക്കുന്നതെങ്കിൽ അങ്ങയെ ബുദ്ധിമുട്ടിക്കരുത്, അങ്ങയോട് പറയരുതെന്ന് വസിയ്യത്ത് ചെയ്തിട്ടാ മരിച്ചത്. റസൂലുള്ളാഹി തങ്ങൾക്ക് വല്ലാത്ത വിഷമമായി. എവിടെയാണ് ഖബറ്? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ഖബറിലേക്ക് കടന്നു പോവുകയാ. സ്വഹാബത്ത് കാണിച്ചു കൊടുത്തു, കുടുംബക്കാരെ കാണിച്ചു കൊടുത്തു. അല്ലാഹുവിന്റെ പ്രവാചകൻ ആ ചെറുപ്പക്കാരന്റെ ഖബറിന്റെ ചാരത്തേക്ക് കടന്നു പോവുകയാ. അല്ലാഹുവിന്റെ റസൂൽ ഖബറിന്റെ ചാരത്ത് നിന്ന് നിസ്കരിച്ചു. ആ ഖബറിന്റെ ചാരത്തിരുന്ന് ദുആ ചെയ്യുകയാണ്. ആ ദുആ കേട്ടപ്പോ ചുറ്റുഭാഗത്ത് കൂടി നിന്നവരുടെ കണ്ണ് നിറയുകയാ. എല്ലാവരും അത്ഭുതപ്പെടുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ദുആ ചെയ്യുകയാ. അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുന്നത് കേട്ടപ്പോ പടച്ചവരെ, സ്വഹാബികൾ അവിടുന്ന് കോരിത്തെരിച്ചു പോവുകയാണ്. എന്തൊരു ദുആയാ പടച്ചവര്! എന്താണ് ദുആ ചെയ്തതെന്നറിയുമോ? അല്ലാഹുമ്മൽ ഖതൽ ഹത്ത് ബിൻ ബറാ വഅന്ത യൽഹഖു ഇലൈഹി വയൽഹഖു ഇലൈക. ലോകത്തൊരാൾക്ക് വേണ്ടിയും അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ ദുആ ചെയ്തിട്ടില്ല. ഒരൊറ്റാൾക്ക് വേണ്ടിയും റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ ദുആ ചെയ്തിട്ടില്ല. അത്രയും മനോഹരമായ ദുആ, അങ്ങനെ കൊതിപ്പിക്കുന്ന ദുആ. എന്താണ് ദുആ ചെയ്തതെന്നറിയുമോ? അല്ലാഹുമ്മ തൽഖത്ത് അല്ലാഹുമ്മ തൽഖത്ത് അല്ലാഹുമ്മ 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 അൽഖത്തൽ ഹത്ത് ബിൻ ബറാ വഅന്ത യൽഹഖു ഇലൈഹി വയൽഹഖു ഇലൈക. നാളെ ഖബറിനകത്ത് നിന്ന് തൽഹത്ത് ബിൻ ബറാ എന്ന് പറയുന്ന ചെറുപ്പക്കാർ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ, നിന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ, ആ ചെറുപ്പക്കാരന്റെ മുഖത്ത് ചിരി കൊടുക്കണേ അല്ലാ. ചിരിച്ചുകൊണ്ട് വേണം അല്ലാഹുവേ തൽഹത്ത് ബിൻ ബറാ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരാറ്. പുഞ്ചിരിക്കുന്ന മുഖത്തോടെ വേണം ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരാറ്. അതുമാത്രം പോരാ അല്ലാ, നീയും ചിരിക്കണേ അല്ലാ. പടച്ചവരെ, നിങ്ങൾ പരസ്പരം കണ്ടുമുട്ടുമ്പോ രണ്ടുപേരുടെയും മുഖത്ത് ചിരിയായിരിക്കണം തമ്പുരാറ്. കാരണം ഇവൻ എന്നെ സ്നേഹിച്ചവനാണ്, അല്ലാഹുവിന്റെ പ്രവാചകനെ വല്ലാതെ സ്നേഹിച്ചവരാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകന്റെ അഹ്ലു ബൈത്തുണ്ടല്ലോ, അവിടുത്തെ കുടുംബമുണ്ടല്ലോ, അല്ലാഹു ആദരിച്ചവരുണ്ടല്ലോ, അവരെ സ്നേഹിക്കുന്നതിലൂടെ പടച്ചറബ് നമുക്ക് തരുന്ന പ്രതിഫലമാ. നാം അവരെ സ്നേഹിക്കുമ്പോ ആ സ്നേഹം നമുക്കും തിരിച്ചു കിട്ടുകയാണ്. അവര്
നമ്മളോട് ആ സ്നേഹം തിരിച്ചു കാണിക്കുമല്ലോ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ആ മക്കാമകളുടെ മുന്നിൽ എഴുതി വച്ചിരിക്കുന്ന ആയത്തേതെന്നറിയോ? അല്ലാഹു ഈ ദുനിയാവില് നല്ല ജീവിതം കൊടുത്തവരാ. അല്ലാഹു ഈ ദുനിയാവില് നല്ല ഒരു ജീവിതം കൊടുത്തവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാര്. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാര് പടച്ചവനെ അവർക്കുണ്ടായിരുന്ന രണ്ട് ഗുണമാണ് മക്ബറയുടെ മുന്നിൽ എഴുതി വച്ചിരിക്കുന്നത്. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. രണ്ട് ഗുണങ്ങളെ കുറിച്ച് അല്ലാഹു എഴുതി വച്ചിരിക്കുകയാ. അല്ലാഹു പറയുകയാണ്, ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹു അവർക്ക് കൊടുത്തിരിക്കുന്ന രണ്ട് പ്രതിഫലത്തെ കുറിച്ച് ഖുർആൻ അവിടുന്ന് പറയുകയാ. ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം വേണോ? സന്തോഷമുള്ള ജീവിതം വേണോ? ഈ ദുനിയാവും ആഖിറവും രക്ഷപ്പെടണോ? ഒന്നാമതായി ചെയ്യേണ്ട കാര്യം എന്തെന്നറിയോ? അല്ലാഹ് ആരാണെന്ന് പഠിക്കൂ. ഈമാൻ നിന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് ഇറങ്ങട്ടെ. വെറുതെ മുസ്ലിമാണെന്ന് പറഞ്ഞ് നടന്നാ പോരാ. നമ്മളെല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമല്ലോ. എന്താണ് അതിന്റെ അർത്ഥമെന്ന് നിനക്കറിയുമോ വാപ്പാ? ചെറുപ്പക്കാരാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മരിച്ചു കഴിഞ്ഞാൽ 70,000 പ്രാവശ്യം പറയുമല്ലോ. ഇപ്പോഴും പള്ളിയിൽ നിന്ന് നിസ്കരിച്ചിട്ട് വരികയാണ്, 10 വട്ടം പറഞ്ഞല്ലോ. എന്താണ് നിനക്കതിന്റെ അർത്ഥമെന്നറിയുവോ സഹോദരാ? വെറുതെ പറഞ്ഞാ പോരാ. കയ്യിലെ തസ്ബീഹ് ഇട്ടുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ദിക്ർ പറഞ്ഞു നടക്കുന്ന പെങ്ങള്, അതങ്ങനെ പറഞ്ഞു തള്ളാറുള്ളതല്ല. നിനക്കതിന്റെ അർത്ഥമറിയില്ല, നിനക്കതിന്റെ വിലയറിയില്ല, നിനക്കതിന്റെ മഹത്വമറിയില്ല. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അബൂ ഹുറൈറ തങ്ങള് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അബൂ ഹുറൈറ, ഏതെങ്കിലും ഒരു മനുഷ്യന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരു മനുഷ്യൻ പറഞ്ഞാൽ അവന് സ്വർഗത്തിലാണ്. അബൂ ഹുറൈറ, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് സ്വർഗത്തിൽ പോകാറ്. അതിന്റെ വില നമുക്കറിയില്ലല്ലോ, അതിന്റെ മഹത്വം നമുക്കറിയില്ലല്ലോ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മീസാനിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മരിച്ച വീട്ടിൽ പോയിരുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് 70,000 ചടങ്ങ് തീർക്കണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആർക്കാടാ ഈ എണ്ണം പിടിക്കുന്നവനും പറയുന്നവനും അതിന്റെ അർത്ഥം ചിന്തിക്കാറില്ല. എന്താ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം? എന്താ ഈ ലാ ഇലാഹ? കൈക്കകത്ത് തസ്ബീഹ് ഇട്ട് ഇങ്ങനെ അടിക്കാനുള്ളതല്ല തങ്ങളെ ഇന്നു. അതെന്താണെന്ന് ആദ്യം പഠിക്ക്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്തെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മീസാൻ എന്ന് പറയുന്ന ത്രാസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ. നന്മ തിന്മ തൂക്കുന്ന ത്രാസ്, നമ്മുടെ നന്മയും തിന്മയും തൂക്കുന്ന ത്രാസാണ് മീസാൻ എന്ന് പറയുന്ന ത്രാസ്. നമ്മളൊക്കെ ത്രാസ് കണ്ടിട്ടുണ്ട്. റേഷൻ കടയിലെ ത്രാസല്ലേ കണ്ടിട്ടുള്ളൂ നമ്മൾ? പലചരക്ക് കടയിൽ തൂക്കണ ത്രാസല്ലേ കണ്ടിട്ടുള്ളൂ? ഇനി ഏറ്റവും വലിയ ത്രാസ് ഞങ്ങളുടെ നാട്ടിൽ ഈ സീറ്റൊക്കെ തൂക്കുന്നൊരു ത്രാസുണ്ട്. അതിനെന്താ ഇവിടെ പറയാ? ഇങ്ങനെ നീളമുള്ളൊരിതുണ്ടല്ലോ, അപ്പം അതിനെന്താ പറയാ? ഈ ചാക്കിട്ടൊക്കെ എടുത്ത് തൂക്കണ ത്രാസുണ്ട്. ഇതിനേക്കാളും വലിയ ത്രാസ് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങൾ എന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണേ? കണ്ടിട്ടില്ലല്ലോ. ഈ മീസാൻ എന്ന് പറയുന്ന ത്രാസ് ഉണ്ടല്ലോ, ഈ നന്മയും തിന്മയും തൂക്കുന്ന ത്രാസ്, ആ ത്രാസിന്റെ വലിപ്പം മുത്തുനബി പഠിപ്പിക്കുകയാ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ മീസാൻ എന്ന് പറയുന്ന ത്രാസിൽ ഈ ആകാശവും ഈ ഭൂമിയും എടുത്തു വെച്ച് തൂക്കാൻ പറ്റുമെന്ന് നബിയുന റസൂലുള്ളാഹി. ഉറക്കെ പറ. ഈ കാണുന്ന ആകാശവും ഭൂമിയും വരെ അതിനകത്ത് വെച്ച് തൂക്കാം. അപ്പം നീ ആ ത്രാസിന്റെ വലിപ്പം നീ ചിന്തിച്ചേ. അതറിയണമെങ്കിൽ ഈ ദുനിയാവിൻ്റെ വലിപ്പം നീ പഠിക്കണമല്ലോ, ഈ ആകാശത്തിൻ്റെ വലിപ്പം പഠിക്കണമല്ലോ.
ഇനി പഠിക്കണ്ട, ഈ കാണുന്ന ആകാശവും ഭൂമിയും വരെ ആ ത്രാസിൻ്റെ അകത്ത് വെച്ച് തൂക്കാൻ പറ്റുമെങ്കിൽ അതിൻ്റെ വലുപ്പം ഒന്ന് ചിന്തിച്ചേ. നബിതങ്ങൾ ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ സഹാബത്ത് കരയാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലിരുന്ന് സഹാബത്ത് കരയുകയാ. എന്തിനാ സഹാബ കരയണേ? ഈ മീസാൻ എങ്ങനെ നിറയ്ക്കാലാ നബിയെ? ഞങ്ങളുടെയൊക്കെ ജീവിതകാലം മുഴുവനും ചെയ്ത നന്മ എടുത്തു വെച്ചാ എന്തോ ഉണ്ടാകും അതിനകത്ത്? ആ കാണുന്ന മീസാൻ എന്ന് പറയുന്ന ത്രാസിനെടുത്ത് നമ്മുടെയൊക്കെ നന്മ എടുത്തു വെച്ചാ പടച്ചവനെ ലെൻസ് വെച്ച് നോക്കണം ഇതിനകത്ത് വല്ലതും വെച്ചിട്ടുണ്ടോ എന്ന്. കാരണം അത്രയ്ക്കേ ഉള്ളൊരു കടുകുമണിയുടെ അത്ര വലിയ കാണുമോ? സഹാബത്തിരുന്ന് കരയുമ്പോൾ നബിതങ്ങൾ ചോദിച്ചു, ഞാൻ പറഞ്ഞു തരട്ടെ ഒരു ദിക്റ്, ഞാൻ നിങ്ങൾക്കൊരു ദിക്റ് പറഞ്ഞു തരട്ടെ, അത് മീസാൻ എന്ന ത്രാസിലേക്ക് എടുത്തു വെച്ചാൽ മീസാൻ നിറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അതെടുത്ത ത്രാസിലോട്ട് വെച്ച ത്രാസ് നിറയും. അത് ഏത് ദിക്റാ? ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് നബിയിനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി. ആ ദിക്റാണ് നീ ഇങ്ങനെ അടിച്ചുകൊണ്ട് നടക്കുന്നത്. ആ ദിക്റാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്ന ദിക്ർ മീസാനിനെ നിറയ്ക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു തരുമ്പോ ഞാൻ പറഞ്ഞു വന്നതല്ല, ഞാൻ പറഞ്ഞു വന്നത് എന്തെന്നറിയുമോ? ലാ ഇലാഹ ഇല്ലല്ലാ, ആരാധനയ്ക്കർഹൻ അല്ലാഹുവല്ലാതെ മറ്റൊരു ഇലാഹില്ല. പടച്ചവരെ അല്ലാ നീയാണ് ഏറ്റവും വലിയവനെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുമല്ലോ. ആരാധനയ്ക്കർഹൻ അല്ലാഹുവല്ലാതെ മറ്റൊരു ഇലാഹുമില്ലെന്ന് നാവ് കൊണ്ട് പറഞ്ഞാ പോരാ. നമ്മളൊക്കെ നാവ് കൊണ്ട് പറയുന്നവരാ, നമ്മൾ നാവ് കൊണ്ട് പറയുന്നവരാ. പക്ഷേ നാവ് കൊണ്ട് മാത്രം പറഞ്ഞാ പോരാ, അത് ഈ തൊണ്ടയ്ക്ക് താഴെ ഇറങ്ങണേ, ഹൃദയത്തിനകത്തേക്ക് ഇറങ്ങണേ, ഹൃദയത്തിൽ ഉറപ്പിച്ചു പറയണേ. ഹൃദയത്തിൽ ഉറപ്പിച്ചു പറയുന്നവനാ അല്ലാഹു സ്വർഗം കൊടുക്കുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അത് ഹൃദയത്തിന്റെ അകത്തേക്ക് ഇന്ന് വരെ നമുക്ക് ഇറങ്ങിയിട്ടില്ല. ഇറക്കണം സഹോദരാ. അത് ഹൃദയത്തിന്റെ അകത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ? ലാ ഖൗഫുൻ അലൈഹിം, അവൻ അല്ലാഹുവല്ലാതെ ഈ ലോകത്ത് ഒരു വസ്തുവിനെയും അവന് പേടിയില്ല. അവൻ അല്ലാഹുവിനെ അല്ലാതെ മറ്റൊരു മഖ്ലൂക്കിനെയും അവന് പേടിയില്ല. ഈ ദുനിയാവിൽ അവന് ഒന്നിനെയും പേടിയില്ല. ആ അല്ലാരാണ്? ആ അല്ല ഹൃദയത്തിന്റെ അകത്ത് കയറി കഴിഞ്ഞ പിന്നെ അല്ലാനെ അല്ലാതെ അവന് എത്ര വലിയ ശക്തിയാണെങ്കിലും അവന് പേടിയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ വെറുതെ പറഞ്ഞതല്ല, ചരിത്രം എടുത്തു നോക്കൂ. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകനായ മൂസാ നബി അലൈഹിസ്സലാം തന്റെ സഹോദരനായ ഹാറൂൻ നബി അലൈഹിസ്സലാം, രണ്ടുപേരും പ്രവാചകന്മാരാണ്. പടച്ചവനെ ഇസ്ലാമിന്റെ പ്രബോധനവുമായിട്ട് കടന്നു പോവുകയാ. ആരുടെ മുന്നിലേക്കാണ് കടന്നു പോകുന്നതെന്നറിയോ? സാക്ഷാൽ ഫിർഔനിന്റെ കൊട്ടാരത്തിന്റെ അകത്ത് മൂസാ നബി അലൈഹിസ്സലാം തന്റെ സഹോദരനായ ഹാറൂൻ നബിയെ വിളിച്ചുകൊണ്ട് അല്ലാഹനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ പോവുകയാണ്. ആരുടെ മുന്നില്? ഫിർഔനിന്റെ മുന്നില്. ഒരാൾ പോലും ഫിർഔനിന്റെ മുന്നിൽ നേരെ നിൽക്കില്ല. കാരണം അവൻ അത്രയും വലിയ ക്രൂരനാണ്. അവനാണ് റബ്ബെന്ന് പറഞ്ഞു നടക്കുന്നവൻ, അവനാണ് അല്ലാഹ് എന്ന് പറഞ്ഞു നടക്കുന്നവന്, എല്ലാവരും എന്നെ അനുസരിക്കണമെന്ന് പറഞ്ഞു നടക്കുന്നവന്. ആ ക്രൂരനായ കരുണയില്ലാത്ത ഫിർഔനിന്റെ കൊട്ടാരത്തില് അവന്റെ മുന്നിൽ പോയിട്ട് പറയുന്നു, ഫിർഔനേ നീ അല്ലടാ റബ്ബ്, അല്ലാത്ത ഒരു റബ്ബുണ്ടടാ. ഏകനായ ഒരു പടച്ച റബ്ബുണ്ട്. ആ പടച്ച റബ്ബിന്റെ നബിയാണ് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് മൂസാ നബി അവിടെന്ന് ഫിർഔനിനോട് പറയുകയാ. എന്തൊരു ധൈര്യമെന്നറിയോ? എന്തൊരു ധൈര്യമെന്നറിയോ? പടച്ചവനെ മൂസാ നബി അലൈഹിസ്സലാം കാണിച്ചു കൊടുത്തു, നിനക്ക് തെളിവ് വേണോടാ? ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണെന്ന് തെളിവ് കാണണോ? കയ്യിലിരുന്ന കമ്പ്
കമ്പെടുത്ത് താഴെയിട്ട് കൊടുത്തു. തന്റെ കയ്യിലിരുന്ന കമ്പെടുത്ത് താഴെയിടുമ്പോ വലിയ പാമ്പാവുകയാ. കൈവിരല് കാണിച്ചു കൊടുത്തു. പ്രകാശിക്കുന്നത് കണ്ടോ? എന്റെ വിരല് പ്രകാശിക്കുന്നത് കണ്ടോ? ഫിർഔൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഇതൊക്കെ മായാജാലമാണടാ മൂസ, ഇതൊക്കെ കളിപ്പീരാട് മൂസ. എടാ, എന്റെ അടുക്കലും മായാജാലം കാണിക്കുന്നവരുണ്ട്. നിന്റെ ഒരു പരിപാടിയും ഇവിടെ നടക്കില്ല. ഞാൻ നിന്നെ പരാജയപ്പെടുത്തുമടാ. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ ഞാൻ പറയുന്ന സ്ഥലത്ത് നീ വാ. ഞാൻ പറയുന്ന ഒരു സ്ഥലത്ത് നീ വാടാ. ഞാൻ എന്റെ ആൾക്കാരുമായി കടന്നു വരാ. നിനക്ക് അവരെ പരാജയപ്പെടുത്താൻ പറ്റുമോ? നീ ധൈര്യമുള്ളവനാണെങ്കിൽ വരണമടാ. മൂസാ നബി അലൈഹിസ്സലാമിനെ അവിടെ നിന്ന് വിളിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഫിർഔൻ ജനങ്ങളെ മുഴുവനും ഒരു ഗ്രൗണ്ടിൽ വിളിച്ചു കൂട്ടുകയാണ്. അതാ മൂസാ നബി എവിടെ കടന്നു ചെന്നു. ഫിർഔനും തന്റെ അനുയായികളും കടന്നു വന്നു. ഫിർഔനിന്റെ കൂടെയുള്ളവര് അവരുടെ കയ്യിലിരുന്ന കമ്പുകളും വള്ളികളും താഴെയിടുകയാ. അവരുടെ കയ്യിലിരുന്ന കമ്പുകളും വള്ളികളും താഴെയിട്ടു. പെട്ടെന്ന് പാമ്പാവുകയാണ്. ഗ്രൗണ്ട് മുഴുവനും പാമ്പ് നിറയുകയാണ്. പടച്ചവരെ, മൂസാ നബിയുണ്ടല്ലോ, അല്ലാഹുവേ, തന്റെ കയ്യിലിരുന്ന വടിയങ്ങ് താഴെയിടുമ്പോ വലിയ പാമ്പാകുകയാ. അവരുടെ എല്ലാ പാമ്പുകളെയും അതങ്ങ് വിഴുങ്ങിക്കളയുകയാ. പടച്ചവരെ, ഫിർഔനിന്റെ കൂടെ നിന്നവർക്ക് കാര്യം മനസ്സിലായി. മൂസാ നബിയുടെ കൂടെ കൂടുകയാണ്. ഫിർഔനിന്റെ കൂടെ നിന്നവർ പറയുകയാ, റബ്ബി മൂസാ വഹാറൂൻ, ഞങ്ങൾ മൂസായുടെ അല്ലാഹയെ കൊണ്ട് വിശ്വസിക്കുകയാ. ആരാ പറഞ്ഞത്? മൂസാ നബിക്ക് എതിരായി ഫിർഔനിന്റെ കൂടെ നിന്നവര്. അവര് പറഞ്ഞു, ഞങ്ങൾ മൂസാ നബിയുടെ അല്ലാഹനെ കൊണ്ട് വിശ്വസിക്കുകയാണ്. അങ്ങനെ ഒരു റബ്ബുണ്ട്. നീ പറയുന്നത് കള്ളമാണ്. അവര് മൂസാ നബി പറയുന്നത് സത്യമാണ്. എല്ലാവരും മൂസാ നബിയുടെ കൂടെ കുളാപം മാറി. നിങ്ങളൊക്കെ ഒറ്റക്കെട്ടാടാ. നിന്നെയൊന്നും ഞാൻ വെറുതെ വിടത്തില്ലടാ. ഫിർഔൻ അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങളെ എല്ലാവരെയും ഈന്തപ്പന മരത്തിൽ പിടിച്ചു കെട്ടിയിട്ട് തുണ്ടം തുണ്ടമായി നിന്നെയൊക്കെ ഞാൻ വെട്ടിമുറിച്ചു കൊല്ലുമടാ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഖുർആൻ എടുത്ത് നോക്കൂ. അവര് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? നീ ജനിച്ച കാലം മുതലേ മുസ്ലിമാ. 40, 50, 60 വയസ്സായി മുസ്ലിമായി നടക്കുന്ന നീ മനസ്സിലാക്കേണ്ടത്, അവര് മുസ്ലിം. സുബൈർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാണ്. ഹൃദയത്തിന്റെ അകത്ത് ഈമാൻ ഉറപ്പിച്ച ചെറുപ്പക്കാരനാ. ഹജ്ജാജ് എന്ന് പറയുന്ന ക്രൂരനായ ഭരണാധികാരി ഉണ്ടല്ലോ, അവിടുന്ന് സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹുവിനെ കൊട്ടാരത്തിലേക്ക് പിടിച്ചു കെട്ടി കൊണ്ടുപോവുകയാ. അവിടുന്ന് പറഞ്ഞു, പടച്ചവര്, അല്ലാഹുവിന്റെ ദീനിനെ വലിച്ചെറിയാറ്, പരിശുദ്ധമായ ദീനിനെ വലിച്ചെറിയാറ്. ഹജ്ജാജ് അവിടുന്ന് പറയുമ്പോ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നിങ്ങൾ എന്തു പറഞ്ഞാലും ഞാൻ അല്ലാഹുവിന്റെ ദീന് വലിച്ചെറിയില്ല. നിന്നെ ഞങ്ങൾ കൊല്ലുമടാ. വേണമെങ്കിൽ കൊന്നോ, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ എന്നെ കൊന്നോ. ഹജ്ജാജിന് വല്ലാത്ത ദേഷ്യമായി. തന്റെ അനുയായികളുടെ ഇടയിൽ വെച്ചുകൊണ്ട് ഹജ്ജാജിന്റെ മുഖത്ത് നോക്കിയിട്ട് സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ കൈകാലുകൾ പിടിച്ചു കെട്ടുകയാ. എന്നിട്ട് എല്ലാവരുടെയും കഴുത്ത് വെട്ടുന്ന ഒരു സ്ഥലമുണ്ട്. ജനങ്ങളുടെ കഴുത്ത് മുറിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹു കഴുത്ത് വെട്ടി കൊല്ലുന്നതിന് വേണ്ടി കൊണ്ടു കിടത്തുമ്പോ ചിരിക്കുകയാ. പടച്ചവനെ, വെട്ടാൻ വരുന്നവന്റെ മുഖത്ത് നോക്കിയിട്ട്, തലവെട്ടി മുറിക്കാൻ വരുന്നവന്റെ മുഖത്ത് നോക്കിയിട്ട് അവിടെന്ന് ചിരിക്കുകയാണ്. അവസാനം സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ തലയവിടെന്ന് വെട്ടിമുറിക്കുമ്പോ പൈപ്പ് പൊട്ടിയിട്ട് വെള്ളം ഒഴുകുന്നത് പോലെ രക്തമിങ്ങനെ ഒഴുകുകയാണ്, രക്തമിങ്ങനെ ചീറ്റുകയാണ്. പടച്ചവനെ, ആ സ്ഥലം മുഴുവനും രക്തം നിറഞ്ഞിട്ട് വെളിയിലേക്ക് രക്തമൊഴുകുകയാ. ആ കടത്തിയിരുന്ന സ്ഥലം മുഴുവനും നിറഞ്ഞിട്ട്
രക്തം ഇങ്ങനെ വെളിയിലേക്ക് ഒഴുകുകയാണ്. പടച്ചറബ്ബേ, ഹജ്ജാജിന് പോലും അത്ഭുതമായി, ഹജ്ജാജിന് പോലും അത്ഭുതമായി. ഹജ്ജാജ് വൈദ്യന്മാരെ വിളിച്ചു, എന്നിട്ട് ചോദിച്ചു, ഇന്നുവരെ ഈ സ്ഥലത്ത് വെച്ച് നമ്മൾ പലരുടെയും തലവെട്ടിയിട്ടുണ്ട്, ഒരാളുടെയും രക്തം ഇങ്ങനെ ഒഴുകിയിട്ടില്ല, ഒരാളുടെയും രക്തം ഇത് നിറഞ്ഞു വെളിയിൽ പോയിട്ടില്ല. എന്തേ ഇവന്റെ തലവെട്ടിയപ്പോൾ ഇത്ര രക്തം വരാറുള്ള കാരണമെന്താ? വൈദ്യന്മാര് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? നമ്മൾ ആൾക്കാരെ കൊല്ലാൻ കൊണ്ടുവരുമ്പോ തല വെട്ടുന്നതിന് മുമ്പേ അവന് പേടിച്ചു മരിച്ചിട്ടുണ്ടാകും. ഹജ്ജാജ് എല്ലാവരുടെയും തലവെട്ടുന്ന സ്ഥലത്ത് സാധാരണ തലവെട്ടുമ്പോൾ ബ്ലഡ് അവിടെ മാത്രമേ കിടക്കാറുള്ളൂ. പക്ഷേ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ തല വെട്ടിമുറിച്ചപ്പോൾ ബ്ലഡ് നിറഞ്ഞിട്ട് ഒഴുകാൻ തുടങ്ങി. ഹജ്ജാജിന് പോലും അത്ഭുതം. വൈദ്യന്മാരെ വിളിച്ചിട്ട് ചോദിച്ചു, ഇതെന്താ സംഭവം? അവർ പറഞ്ഞു കൊടുത്തു, സാധാരണ നമ്മൾ ഒരാളെ കൊല്ലാൻ കൊണ്ടുവരുമ്പോൾ കൊല്ലുന്നതിന് മുമ്പേ അവൻ പേടിച്ചു മരിക്കും. കൊല്ലുന്നതിന് മുമ്പേ ഒരു 75% അവൻ പേടിച്ചു മരിച്ചിട്ടാ കൊണ്ട് കൊല്ലാൻ വരണേ. ഈ ചങ്ങാതിക്കൊരു പേടിയില്ല, ഈ ചങ്ങാതിക്ക് ഒരു പേടിയില്ല. നിങ്ങളുടെ മുഖത്ത് നോക്കി ചിരിച്ചോണ്ടാ കടന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, ഈമാൻ കയറിയാൽ അങ്ങനെ. ഈമാൻ അള്ളാഹ് ഹൃദയത്തിൻ്റെ അകത്ത് കയറിയ പേടി നിങ്ങൾക്കറിയുമല്ലോ. ഉമറിൻ്റെ ചരിത്രം അറിയുന്നവരല്ലേ? കൊച്ചുകുട്ടികൾ ഭക്ഷണം കഴിക്കാതെ വരുമ്പോൾ, ഉറങ്ങാതെ വരുമ്പോൾ ഉമ്മ പറയുന്തോ ഹത്താബിൻ്റെ മകൻ ഉമർ വരുന്നുണ്ട്. നമ്മൾ വേറെ ഏതോ ശൈത്താൻ വരുന്ന, അത് വരുന്നു, ഇത് വരുന്നെന്ന് പറയും. ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ പറയും, ഉമ്മമാര് പറയുന്തോ ഹത്താബിൻ്റെ മകൻ ഉമർ വരുന്നു. പാല് കുടിക്കും കുഞ്ഞുങ്ങൾ പേടിച്ചിട്ട്. ഭക്ഷണം കഴിക്കാത്ത കുട്ടികൾ ഭക്ഷണം കഴിക്കും, ഉറങ്ങും പേടിച്ചിട്ട്. അതാ ഉമർ. ഈ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ തലയെടുക്കാൻ വരിക വാളും പിടിച്ച്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തലയെടുക്കാൻ വരുന്നു. നമുക്കറിയാം ചരിത്രം. അവസാനം തൻ്റെ സഹോദരി ഫാത്തിമയുടെ വീട്ടിൽ പോയി ഫാത്തിമാനെ എടുത്ത് തല്ലി ചതച്ചു. എന്നിട്ട് അവസാനം പടച്ചവനെ തൻ്റെ കൂടപ്പുറപ്പ് കരയുന്നത് കണ്ടപ്പോൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചോദിച്ചു, ഫാത്തിമ, നീ എന്തോ ഓതന കേട്ടല്ലോ, എനിക്കൊന്ന് ഓതിത്തരുവോ? ഓതിക്കൊടുത്തു ത്വാഹ, അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. എന്നിട്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ഊരിപ്പിടിച്ച വാളുമായിട്ട് കടന്നു വരുമ്പോൾ മുത്തുനബിയുടെ വീടിൻ്റെ മുമ്പിൽ വന്നു. സഹാബത്ത് ഇങ്ങനെ ഇരിക്കുക. ഉമറ വരണ സാധാരണ ആളല്ല. നിങ്ങൾ നമ്മളെ പോലെ കാണും. ഉമർ വരുന്ന വഴിയിലൂടെ ഇബ്ലീസ് പോലും നടക്കത്തില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി. അറിയോ, ഉമർ റളിയല്ലാഹു തആല അൻഹു നടന്നു വരുന്ന വഴിയിലൂടെ ശൈത്താൻ പോലും വരത്തില്ല. അത്രയ്ക്കും പേടി. ശൈത്താൻ പേടിക്കണ ആള്. ശൈത്താന് പോലും ഉമർ തങ്ങളുടെ ചരിത്രം അറിയോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖബറി മയ്യത്ത് കൊണ്ടുവച്ചാൽ 2 മലക്കുകൾ വന്നിട്ട് ചോദിക്കും, മൻ റബ്ബുക, മൻ ദീനുക, മൻ ഇമാമുക എന്ന് ചോദിക്കുമെന്ന് മുത്തുനബി പറയുമ്പോൾ ഉമർ തങ്ങൾ പറയാ, എന്നോടെങ്ങാനും മലക്കുകൾ എൻ്റെ അള്ള ആരാണെന്ന് ചോദിച്ചാ, ഖബറി കൊണ്ടുവെക്കുമ്പോൾ മലക്കുകൾ എന്നോട് മൻ റബ്ബുക, നിന്റെ റബ്ബ് ആരാണെന്ന് മലക്കുകൾ എന്നോട് ചോദിച്ചാൽ ഞാൻ തിരിച്ചു പറയും, നിന്റെയൊക്കെ റബ്ബ് തന്നെ എൻ്റെ റബ്ബെന്ന്. മലക്കുകളോട്, മുൻകറിൻ നക്കീറിനോട് ഞാൻ പറയും, നിങ്ങളുടെ റബ്ബാരോ ആ റബ്ബ് തന്നെ എൻ്റെയും റബ്ബെന്ന്. നമുക്ക് ധൈര്യമുണ്ടോ പറയാൻ? എടാ, നമ്മൾ ആരെന്നറിയോ? റമളാനിൻ്റെ 30 ദിവസം നോമ്പും പിടിച്ച്, തറാവീഹ് നിസ്കരിച്ച്, തഹജ്ജുദ് നിസ്കരിച്ചു, സുന്നത്ത് നിസ്കരിച്ച്, എന്തെല്ലാം നന്മ ചെയ്തവരാ. പെരുന്നാൾ കഴിഞ്ഞപ്പോൾ അവൻ്റെ കാൽച്ചുവട്ടി കൊണ്ടുവച്ചിട്ട് പറയാ, ഞാൻ നിൻ്റെ അടിമയാണെന്ന്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഈ ഉമർ തങ്ങൾ ഊരിപ്പിടിച്ച വാളുമായിട്ട് റസൂലുള്ളാഹി തങ്ങളുടെ തലവെട്ടാൻ വരുമ്പോൾ സഹാബത്ത് മുഴുവൻ ഒന്ന് വരണ്ടുപോയി. സഹാബികൾ മുഴുവൻ ഒന്ന് വരണ്ടിങ്ങനെ നിൽക്ക. ഉമറ വരണേ. പടച്ചവനെ, മഹാനായ സയ്യിദുന ഹംസ റളിയല്ലാഹു തആല അൻഹു ഉമറിനെ തടഞ്ഞു നിർത്തി. മുത്തുനബിയുടെ റൂമിൻ്റെ അകത്തേക്ക് കയറുന്നതിന് മുമ്പ് തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, ഉമറേ, മുസ്ലിം ആകാൻ വന്നതാണെങ്കിൽ അകത്തോട്ട് കയറിക്കോ. നീ മുസ്ലിം ആകാൻ വന്നതാണെങ്കിൽ ഇതിനകത്തോട്ട് കയറിക്കോ. അല്ല, മുത്തുനബിയെ എന്തെങ്കിലും ചെയ്യാൻ വന്നതാണെങ്കിൽ നീ ജീവനോടെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകില്ല. ഒരു ധൈര്യവത. ഹംസ റളിയല്ലാഹു തആല പറയാ, നീ ഇവിടെ നിന്ന് ജീവനോടെ പോകത്തില്ല. ഒരൊറ്റ ഒരുത്തിനത് പറയാനുള്ള ചങ്കൂറ്റമില്ല. പക്ഷേ ഹംസ റളിയല്ലാഹു തആല അതാ ധൈര്യം. ഈമാൻ എന്ന് പറഞ്ഞാൽ അതാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിപ്പോൾ കിടന്നിട്ട് ഉസ്താദെ, പടച്ചവനെ,
എല്ലാ സ്ഥലങ്ങളിലും ഇവന്മാർ അധികാരത്തിൽ കയറിയിരിക്കുകയാ. എല്ലാ സംസ്ഥാനങ്ങളും പടച്ചവനെ നമ്മുടെ ശത്രുക്കൾ പിടിച്ചുകൊണ്ടിരിക്കുക. അല്ലോ, ഏക സിവിൽ കോഡ് വരുന്നു ഉസ്താദെ, പൗരത്വ ബില്ല് വരുന്നു ഉസ്താദെ, നമ്മൾ എങ്ങോട്ട് പോകും ഉസ്താദെ? പേടി നമുക്ക് വല്ലാത്ത ഭയം, നമ്മൾ എങ്ങോട്ട് പോകും? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വല്ലാത്ത പേടിയില്ല, വല്ലാത്ത ഭയത്തില ഉസ്താദെ. നമ്മളെയൊക്കെ ഇവിടെ നിന്ന് അടിച്ചിറക്കുമല്ലോ, നമ്മൾ എങ്ങോട്ട് പോകും? എൻ്റെ വീട് പോകുമല്ലോ, എൻ്റെ സ്ഥലം പോകുമല്ലോ, എൻ്റെ സമ്പത്ത് പോകുമല്ലോ, എൻ്റെ പൗരത്വം നഷ്ടപ്പെട്ടു പോകുമല്ലോ. പേടി, നിങ്ങൾക്കും വല്ലാത്ത പേടി. കാരണം ഇവിടെ മാത്രമേ ലാ ഇലാഹ ഇല്ലല്ലാഹുള്ളൂ, ഇങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അതാടോ സത്യം, അതാണ് യഥാർത്ഥ സത്യം. ഈമാനുള്ളവർക്കൊരു പേടിയുമില്ല, ഈമാനുള്ളവർക്കൊരു പേടിയുമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പൊ പൗരത്വമില്ലെന്ന് കേട്ടപ്പോഴേ മുട്ടിടിക്കുക. അള്ളാഹു ചോദിച്ചത് എന്താണെന്നറിയോ? അല്ല ചോദിച്ചത് എന്തെന്നറിയോ? അം ഹസിബുതും അൻ തദ്ഖുലുൽ ജന്ന ഫലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും. അള്ളാഹു ചോദിക്കുകയാ, സ്വർഗ്ഗത്തിൽ ഓസിന് പോകാമെന്ന് നിങ്ങൾ കരുതിയോ? അള്ളാഹു ചോദിച്ച ചോദ്യം, എടാ വെറുതെ കയറി പോകാൻ പറ്റുമെന്ന് നീ കരുതിയോ? ഇല്ലടോ. നിങ്ങളൊക്കെ എന്തേ ചുമ്മാതെ പറയുമല്ലോ, അല്ലാഹു അഹദ്, അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് വലിയവൻ, അല്ലാഹുവാണ് വലിയവൻ. ഒരു ദിവസം എത്ര വട്ടം പറയും ഞാനും നിങ്ങളും? എടോ, അല്ലാഹുവാണ് വലിയവനെന്ന് പറഞ്ഞാൽ പോരാ, കാണിക്കണം. 1400 വർഷങ്ങൾക്ക് മുമ്പ് മക്കയിൽ നിന്ന് സഹാബത്തിനെ പുറത്താക്കി. ഉപദ്രവങ്ങൾ സഹിക്കാൻ പറ്റാതെ സഹാബത്ത് മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജറ പോകാൻ തയ്യാറായി. ഹിജറ പോകുന്നതിന് വേണ്ടി കയ്യിൽ കിട്ടിയതൊക്കെ വാരിപ്പറക്കിയിട്ട് മുസ്ലിമീങ്ങൾ നാട് വിടാൻ പോകുമ്പോൾ ശത്രുക്കൾ പിടിച്ചു, ഖുറൈശികൾ പിടിച്ചിട്ട് പറഞ്ഞു, എടാ, ഈ നാട്ടിൽ നിന്നുണ്ടാക്കിയ സമ്പത്തും നിന്റെ വീടും നിന്റെ സർവ്വതും ഇവിടെ ഇട്ടിട്ട് നീയും മുഹമ്മദും അള്ളാഹും കൂടെ പൊക്കോളാൻ. എന്താ പറഞ്ഞേ? ഈ നാട്ടിലുണ്ടാക്കിയത് മുഴുവനും ഇവിടെ ഇട്ടിട്ട് നീയും നിന്റെ പുതിയ മതവും നിന്റെ അള്ളാഹും മുഹമ്മദും പോടാ. അവരെന്തു പറഞ്ഞു? ഇന്നാ എടുത്തോ, എനിക്ക് വേണ്ട, എനിക്ക് അല്ല മതി, എൻ്റെ ദീൻ മതി, മുത്തുനബി മതി. ഇട്ടിരുന്ന വസ്ത്രത്തോടെ പോയി. നമ്മളോ പേടിയില്ല. പ്രമാണം ഉണ്ടാക്കണം, ആധാർ റെഡിയാക്കണം, ഈ നിയമങ്ങളൊക്കെ വരുമ്പോൾ ഇതൊക്കെ നമ്മുടെ അവസ്ഥ ഇതാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ല ആരാണെന്ന് പഠിപ്പിച്ചു തരിക. അല്ല ആരാണെന്ന് ഇതുവരെ മുസ്ലിമിന് തിരഞ്ഞിട്ടില്ല. എനിക്ക് നിങ്ങൾക്കും അല്ല ആരാണെന്ന് തിരിഞ്ഞിട്ടില്ല. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകാൻ തുടങ്ങുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ഹിജ്റ പോകാൻ തീരുമാനിച്ചു. പോയിട്ട് ശത്രുക്കളോട് പറഞ്ഞു കൊടുക്കുകയാ. ഇബ്ലീസ് മനുഷ്യന്റെ രൂപത്തിൽ പോയിട്ട് പറഞ്ഞു, മുഹമ്മദ് നാട് വിടാൻ പോകുകയാണ്. നാട് വിട്ടാൽ ഇനി നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കൊല്ലണമെങ്കിൽ ഇപ്പൊ കൊല്ലണം. മുഹമ്മദിനെ കൊല്ലാൻ ഇതിനെക്കാളും വലിയൊരവസരമില്ല. ശത്രുക്കളോട് പറഞ്ഞു കൊടുത്തു. ശത്രുക്കൾ മുഴുവനും ഓരോ ഗോത്രങ്ങളിൽ നിന്ന് യോദ്ധാക്കന്മാര് അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീട് വളഞ്ഞിരിക്കുകയാണ്. പിടിച്ച വാളുമായിട്ട് മുഹമ്മദ് നബി വീടിന്റെ പുറത്തിറങ്ങിയ ആദ്യം വെട്ടാ തയ്യാറായി. ശത്രുക്കൾ മുഴുവനും കാത്തിരിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകനും മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, അലിയേ, കടന്ന സ്ഥലത്ത് നീ കടക്കുമോ അലിയേ? കടന്ന സ്ഥലത്ത് നീ കടക്കുമോ അലിയേ? ആര് തങ്ങൾ പറഞ്ഞു, എനിക്കെന്ത് പേടിയാ നബിയേ, ഞാൻ എന്തിനാ പേടിക്കുന്നത്? കണ്ണു പറഞ്ഞാ കടക്കാൻ ധൈര്യമേ ഉള്ളൂ. പ്രവാചകന് യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോ വരുന്ന മുഖറബുൽ അംലാഖു മലക്കു ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ, യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങുന്നതിന് മുമ്പ്, ഒരുങ്ങിയിട്ട് വാതിൽ തുറക്കുന്നതിന് മുമ്പ് മണ്ണ് വാരണം നബിയേ, മണ്ണ് വാരണം നബിയേ. ഓതണം, വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ.
സൂറത്ത് യാസീനിലെ ആയത്താണ്. ഈ ആയത്ത് ഓതണം, മണ്ണിലേക്ക് ഊതണം, വാതിൽ തുറന്നിട്ട് വലിച്ചെറിഞ്ഞിട്ട് ഇറങ്ങിപ്പോ നബിയേ. റസൂലുള്ളാഹിയോട് പറയുകയാ, ഒരു പിടി മണ്ണിനകത്ത് ഖുർആനിന്റെ ഒരായത്ത് ഓതിയിട്ട് വാതിൽ തുറന്നിട്ട് വലിച്ചെറിഞ്ഞിട്ട് ഇറങ്ങിപ്പോകാൻ AK-47 കൊണ്ടുകൊടുത്തില്ല, ആറ്റം ബോംബ് കൊണ്ടുകൊടുത്തില്ല. പാച്ചവനെ ഒരു പിടി മണ്ണ് മതിയടാ. മുസ്ലിമിന്റെ കാൽ ചുവട്ടിൽ കിടക്കുന്ന ഒരു പിടി മണ്ണ് മതി നമുക്ക് രക്ഷപ്പെടാറ്. അറിവിന്റെ പ്രവാചകൻ ഒരു പിടി മണ്ണ് വാരി സൂറത്ത് യാസീനിലെ ആയത്തോടി പാച്ചവനെ വലിച്ചെറിഞ്ഞ് വാതിൽ തുറന്ന് വലിച്ചെറിഞ്ഞിട്ട് അറിവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ഇറങ്ങി നടക്കുകയാ. എല്ലാവരും അവരവരുടെ പറ്റുന്ന സ്ഥലത്തേക്ക് ഒതുങ്ങിയിരുന്നോ. ഈ മഴയ്ക്കകത്താണ് നിന്നെ അള്ളാഹു കഴുകി ശുദ്ധമാക്കുന്നത്. ഈ പെയ്യുന്ന മഴയ്ക്കകത്താ എന്റെ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ മുഴുവനും കഴുകിക്കളയാറ്. നമ്മുടെ പാപങ്ങളെ കഴുകാമെന്ന മഴയാ. പ്രയാസപ്പെടണ്ട, പ്രയാസപ്പെടണ്ട. ആഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, മഴ പെയ്യുന്ന സമയത്ത് ദുആയിക്ക് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ദുആ ചെയ്താ സ്വീകരിക്കുമല്ലോ. മഴ പെയ്യുന്ന സമയത്ത് ദുആയിക്ക് ഉത്തരമുണ്ടെന്നാണ്. ഇന്നത്തെ രാത്രി വെറുതെയാകില്ല, ഈ കഷ്ടപ്പെട്ടത് വെറുതെയാകില്ല. ആഹുവിന്റെ പ്രവാചകൻ ഒരു പിടി മണ്ണ് വാരി ഇറങ്ങിട്ട് ശത്രുക്കളുടെ കണ്ണിന്റെ മുന്നിലൂടെ ഇറങ്ങി നടന്നു പോവുകയാ. ചരിത്രമറിയുമല്ലോ, ആഹുവിന്റെ പ്രവാചകൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കൂടെ ഗുഹയ്ക്കകത്ത് ഒളിച്ചിരിക്കുകയാണ്. ആഹുവിന്റെ പ്രവാചകൻ മുത്ത് നബിയുണ്ടല്ലോ, അബൂബക്കർ തങ്ങളുടെ മടിയിൽ കിടന്നുറങ്ങുകയാ. ആഹുവിന്റെ പ്രവാചകൻ അബൂബക്കർ തങ്ങളുടെ മടിത്തട്ടിൽ കിടന്ന് സുഖമായിട്ടുറങ്ങുകയാണ്. പടച്ചവരേ, അപ്പോഴാണ് അബൂബക്കർ തങ്ങളുടെ കൈകാലുകൾ വിറയ്ക്കുകയാ. ആഹുവിന്റെ റസൂൽ അവിടെ ഞെട്ടിയുണരുകയാണ്. എന്തേ അബൂബക്കർ, എന്തു പറ്റി അബൂബക്കർ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ശത്രുക്കൾ മുകളിലെത്തി നബിയേ. ഗുഹയുടെ മുകളിൽ ശത്രുക്കൾ എത്തിക്കഴിഞ്ഞോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ശത്രുക്കൾ ഗുഹയുടെ മുകളിലെത്തി. അവരുടെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം ഈ ഗുഹയ്ക്കകത്ത് അടിക്കുന്നു നബിയെ. അവരെങ്ങാണമൊന്ന് താഴേക്ക് നോക്കിയ നമ്മളെ പിടിക്കും, നമ്മളെ കൊന്നുകളയും. റസൂലുള്ളാഹി തങ്ങളോട് പറയുകയാ, ഒന്ന് താഴേക്ക് നോക്കിയാ നമ്മളെ പിടിക്കപ്പെടും, നമ്മളെ കൊല്ലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അബൂബക്കറെ, അല്ലാഹ് നമ്മുടെ കൂടെയില്ലേ? അല്ലാഹ് നമ്മുടെ കൂടെയില്ലേ അബൂബക്കറെ? നീ എന്തിനാ പേടിക്കണേ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുത്തു, അവൻ താഴേക്ക് നോക്കണമെങ്കിൽ അവൻ തീരുമാനിച്ചാ പോരാ. ഈ ഗുഹയുടെ മുകളിൽ നിൽക്കുന്നവൻ താഴേക്ക് നോക്കണമെങ്കിൽ അവൻ തീരുമാനിച്ചാ പോരാ, അല്ലാഹ് തീരുമാനിക്കണം. നമ്മുടെ കൂടെ അല്ലാഹ് ഇല്ലേ? എന്തിനാ പേടിക്കണേ? എനിക്ക് നിങ്ങളോട് അത് തന്നെയാ പറയാനുള്ളത്. നമ്മുടെ കൂടെ അല്ലാഹ് ഇല്ലേ? എത്ര ചരിത്രം വേണം നിനക്ക്? ഈ റമദാൻ മാസത്തിൽ 17-ാം രാവിലെ ബദരീങ്ങൾ അനുസ്മരിച്ചവനല്ലേ? മൂന്ന് കുതിരകളും 5-6 ഒട്ടകങ്ങളും ഊരിപ്പിടിച്ച വാളും തുരുമ്പിച്ച പരിചയും ഒട്ടിയ വയറുമായിട്ട് 313 സഹാബത്ത് ബദറിന്റെ രണാങ്കണത്തിൽ പോയി. 700 ഒട്ടകം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആയുധങ്ങളും കുതിരകളും ഗാനമേളകളും ഡാൻസും കള്ളും പെണ്ണുമായി 1000-ഓളം വരുന്ന ശത്രുക്കൾ എതിർഭാഗത്ത്. ആരാ ജയിച്ചേ? ആരാടോ ജയിച്ചേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഒരു സ്വഹാബി വന്നിട്ട് പറഞ്ഞു, നബിയെ, യുദ്ധം ചെയ്യാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല. യുദ്ധത്തിന് പോയതാ. തന്റെ കയ്യിൽ ഒന്നുമില്ല, വാളുമില്ല, പരിചയമില്ല, ഒന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താഴെ കടന്ന ഒരു ഈത്തപ്പഴ മരത്തിന്റെ മടലെടുത്ത് കയ്യിൽ കൊടുത്തു. താഴെ കടന്ന ഒരു ഉണങ്ങിയ മടലെടുത്ത് കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, പോയി യുദ്ധം ചെയ്യാൻ. ആ സ്വഹാബി പറയുകയാ,
ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് പോയപ്പോ അത് വാളായി മാറിയെന്ന്. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, അല്ലാഹ് നമ്മുടെ കൂടെയുണ്ട്, റബ്ബ് നമ്മുടെ കൂടെയുണ്ട്. ബദറും മുഹദും ഹന്തക്കും ഖൈബറും തബൂക്കും യർമൂക്കും ഏത് യുദ്ധം വേണമെങ്കിലും എടുത്തു നോക്കിക്കോ, തോറ്റത് ഭൂരിപക്ഷമാണ്, ന്യൂനപക്ഷമല്ല. അതുകൊണ്ട് ആദ്യം മനസ്സിലാക്കേണ്ടത് ആൾബലം കണ്ടിട്ട് ഭയക്കരുതെന്ന് നബിയിനാ റസൂലുള്ളാഹി. ആൾബലം കണ്ട് നിങ്ങൾ ആരും ഭയക്കണ്ട. ആൾബലമുള്ളവരായിരുന്നു എല്ലാ സ്ഥലത്തും പരാജയപ്പെടുത്തിയത്. അല്ലാഹ് പറഞ്ഞത് എന്തെന്നറിയോ? എന്റെ ദീനിനെ ഞാൻ നോക്കാം, നീ നിന്റെ കാര്യം നോക്കാം. അല്ലാഹ് പറഞ്ഞത് എന്റെ ദീനിനെ നോക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കറിയാം. ഈ ദീൻ ഖിയാമത്ത് നാൾ വരെ നിലനിർത്താൻ അല്ലാഹ്ക്കറിയാം. നീ പേടിക്കണ്ട, നീ ആ ദീൻ അനുസരിച്ച് ജീവിച്ചാൽ മാത്രം മതി. ഇവിടെ എന്ത് വേണമെങ്കിലും നടക്കട്ടെ, എന്തൊക്കെ നിയമങ്ങൾ പാസ്സാക്കട്ടെ, ആരൊക്കെ എത്ര ഓടും, ഓടുന്നതിന് പരിധിയുണ്ടോ? എവിടെ വരെ ഓടാനാ? ആ ഓടുന്നതിനൊരു പരിധിയുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ഭയപ്പെടുക, അല്ലാതെ ഒന്നിനെയും പേടിയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തിനാണ് ഭയപ്പെടുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, ജനിച്ചപ്പോഴേ അതാ നിസ്കരിക്കണമെങ്കിൽ ബാങ്കുനിക്കാമത്തും കൊടുക്കണമല്ലോ. ബാങ്കുനിക്കാമത്തുണ്ടല്ലോ, മയ്യത്ത് നമസ്കാരത്തിന് ബാങ്കുനിക്കാമത്തും കൊടുക്കാറില്ല. മയ്യത്ത് നമസ്കാരത്തിന് ബാങ്കുനിക്കാമത്തുമില്ല, നേരത്തെ കൊടുത്തു വെച്ചിരിക്കുകയാണ്. ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വന്നപ്പോ ബാങ്ക് വിളിച്ചില്ലേ, ഇക്കാമത്ത് കൊടുത്തില്ലേ? മയ്യത്ത് നമസ്കരിക്കാനുള്ള ബാങ്കുനിക്കാമത്താ. സമയമില്ലടോ, കുളിപ്പിച്ച് കൊണ്ടുപോയി നിസ്കരിച്ചിട്ട് കബറടക്കണമല്ലോ. ഇങ്ങനെ ജീവിക്കുന്നവരാ ഞാനും നിങ്ങളും. പേടിക്കല്ലേ ചെറുപ്പക്കാരാ, ധൈര്യമുള്ളവനല്ലേടാ. മഹാനായ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു ചെറുപ്പക്കാരനായ സ്വഹാബിയാണ്. പോലെ യുവാവായിരുന്നു, കല്യാണം പോലും കഴിച്ചിട്ടില്ലാത്ത ചെറുപ്പക്കാർ. മുസ്ലിമായതിന്റെ പേരിൽ ശത്രുക്കളെ പിടിച്ചുകൊണ്ട് വന്നു. ഹുബൈബേ മുസ്ലിമാണ്, ഹുബൈബേ നീ നിങ്ങളുടെ മതത്തിലേക്ക് വാ, നിന്നെ കുന്നുകളയുമടാ. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞാൻ ഇസ്ലാം മതം വലിച്ചെറിയില്ല. ഇവരെന്ത് ചെയ്തിട്ടും അവിടെ ഇസ്ലാമിൽ നിന്ന് തിരിച്ചു വരുന്നില്ല. നീ ഞങ്ങളുടെ കൂട്ടുകാരനാ, പണന്തരാ, അധികാരന്തരാ, നീ പറയുന്ന പെണ്ണിനെ കൂടെ കടത്തിത്തരാ. മതമൊന്നും മാറണ്ട. മുഹമ്മദിനെ ഒരു ചീത്ത പറഞ്ഞാ വെറുതെ വിടാ. മുഹമ്മദിനെ ഒരു ചീത്ത പറഞ്ഞാ മതി, നിന്നോട് ഞങ്ങൾ കരുണ കാണിക്കാം. ഹുബൈബ് പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒരു ജീവിതം വേണ്ട. പ്രിയപ്പെട്ടവരെ, ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു കൊല്ലാൻ തീരുമാനിച്ചു. പറഞ്ഞു, ഹുബൈബിനെ തൂക്കാനുള്ള കഴിവ് മരം തയ്യാറാവുകയാ. ഇവനെ കൊണ്ട് ജയിലിൽ അടച്ചിട്. ഇവനെ കുടിക്കാൻ വെള്ളം കൊടുക്കരുത്, കഴിക്കാൻ ഭക്ഷണം കൊടുക്കരുത്. റളിയല്ലാഹു തആല ഇവനെ ജയിലിനകത്ത് അടച്ചിട്ടിരിക്കുകയാ. ജയിലിന്റെ മുന്നിൽ കഴുകുമരം തയ്യാറാവുകയാണ്. അതിനകത്ത് കിടക്കുമ്പോ ഈ ശത്രുക്കളുടെ നേതാവിന്റെ പാല് കുടിക്കുന്ന കുഞ്ഞുണ്ടല്ലോ, ശത്രുക്കളുടെ നേതാവിന്റെ ചെറിയ കുട്ടിയുണ്ടല്ലോ, അങ്ങനെ മുട്ടിലിടഞ്ഞിടഞ്ഞിടഞ്ഞ് മുന്നിലേക്ക് കടന്നു ചെല്ലുകയാ. ഈ കുഞ്ഞിനറിയില്ലല്ലോ, മുട്ടിലിടഞ്ഞ് ഹുബൈബ് തങ്ങളുടെ ചാരത്ത് ചെന്നോ. തങ്ങളുടെ മടിയിലെടുത്ത് വെച്ചു, കൊണ്ട് നഖം വെട്ടിക്കൊണ്ടിരിക്കുകയാ. ശത്രുവിന്റെ ഭാര്യ കുഞ്ഞിനെ തിരക്കി ചെല്ലുമ്പോ തങ്ങളുടെ മടിയിലിരുന്ന് കളിക്കുകയാ. തങ്ങളുടെ കയ്യിൽ ഇങ്ങനെ കത്തിയിരിക്കുകയാണ്. ആ പെണ്ണ് ഭയന്നു പോയി, പെണ്ണ് ഭയന്നു പോയി. എന്ത് ചെയ്യുകയാണെന്നറിയോ? നഖം വെട്ടുകയാ. കാരണം ഇവര് തൂക്കിക്കൊല്ലാൻ പോവുകയാണ്. അതിന് മുമ്പേ ഒരുങ്ങുകയാണ്, അതിന് മുമ്പേ ഒരുങ്ങുകയാണ്. പെണ്ണ് പേടിച്ചു പോയി. ആ പെണ്ണ് പറയുകയാ, പെണ്ണ് പറയുകയാ, വല്ലാഹി മാ റഅയ്തു വസീറൻ ഖത്തു ഖൈറൻ മിൻഹു ബൈ
ഉബൈബിനെ പോലെ മാന്യനായ ഒരാളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ശത്രുവിന്റെ മകളെ കിട്ടിയിട്ട് പോലും ആ കുഞ്ഞിനെ മടിയിലിരുത്തി കളിപ്പിച്ച ചെറുപ്പക്കാരാ. ഇവര് കഴിക്കാ ഭക്ഷണം കൊടുക്കാതെ കുടിക്കാ വെള്ളം കൊടുക്കാതെ തങ്ങളെ ജയിലിന്റെ അകത്ത് പട്ടിണി കെട്ടിരിക്കുമ്പോ തങ്ങള് മുന്തിരി തിന്നുകയാ. ജയിലറയ്ക്കകത്ത് വെള്ളം പോലും കൊടുക്കാതെ അടച്ചിട്ടിരുന്നപ്പോ തങ്ങളുടെ മുന്നിൽ പാത്രത്തിന്റെ അകത്ത് മുന്നിരിക്കുകയാണ്. ആ പെണ്ണ് പറയുന്ന എന്ന് പറയുന്ന നാട്ടില് ഒരു പോലും കിട്ടാത്ത സമയത്ത് എന്ന് പറയുന്ന രാജ്യത്ത് ഒരു മുന്തിരി പോലും കിട്ടാത്ത സമയത്ത് ജയിലിനകത്തിരുന്ന് മുന്തിരി തിന്നുകയാ. ചെറുപ്പക്കാരാ, ഹൃദയത്തിന്റെ അകത്ത് കയറിക്കഴിഞ്ഞ പേടി നഷ്ടപ്പെടുമല്ലോ, നഷ്ടപ്പെടുമല്ലോ. അല്ലാതെ മറ്റൊന്നിനെയും അവന് പേടിയില്ല. അവസ്ഥയാണ് നമുക്ക് വേണ്ടത്. ഹൃദയത്തിന്റെ അകത്ത് ഈമാൻ ഇറങ്ങട്ടെ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അവന്റെ ഹൃദയത്തിന്റെ അകത്ത് നിന്ന് ഭയം നഷ്ടപ്പെടുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഹൃദയത്തിലേക്ക് ഈമാൻ ഉറപ്പിക്കണേ ആരൊക്കെ സഹായിച്ചോ അവരുടെ കുടുംബങ്ങളെ നീ ഏറ്റെടുക്കണേ അല്ലോ. സംഘാടകർ ബക്കറ്റുമായിട്ട് കടന്നു വരികയാ. രോഗങ്ങളെ തട്ടിമാറ്റുമെന്ന, വിപത്തുകളെ തട്ടിമാറ്റുമെന്ന, ക്യാൻസറിനെ മാറ്റിക്കളയുമെന്ന, ക്യാൻസറിനെ കരിച്ചു കളയുമെന്ന, കൈകാലുകളെ മുറിക്കുന്ന രോഗങ്ങളെ തട്ടിമാറ്റുമെന്ന, അപകടങ്ങളെ തട്ടിമാറ്റുമെന്ന അറിയാത്തവരാരുമില്ലല്ലോ. ഇന്ന് നിന്റെ മുന്നിൽ ബക്കറ്റ് വരുമ്പോ 10 രൂപ ഇടാൻ നിനക്ക് മടിയാണ്. വീട്ടിലേക്ക് പോയി ബാത്റൂമിന്റെ അകത്ത് കയറിയപ്പോ കാല് തെറ്റിയെന്ന് താഴെ വീണു. വീടിന്റെ സിറ്റൗട്ടില് പടി ചവിട്ടുമ്പോ തെന്നിയെന്ന് താഴെ വീണു. തലയൊന്ന് താഴെയടിച്ചു. കൊണ്ട് പടച്ചവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞു സർജറി ചെയ്യണം. 24 മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ പറ്റൂല. ഇന്ന് ബക്കറ്റ് വരുമ്പോ കൊടുക്കാൻ മടി. നിനക്കറിയാം അതൊക്കെ നിന്റെ വിപത്തിനെ തട്ടിമാറ്റും. എന്തെങ്കിലും ഒരു അപകടം പറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർ പറഞ്ഞു 24 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയാൻ പറ്റൂ. 2000-ന്റെ നോട്ടുമായിട്ട് പള്ളിയുടെ ഖത്തീബിന്റെ അടുക്ക് വരും. ഉസ്താദേ, വാപ്പ ഹോസ്പിറ്റലിലാണ്, ഡോക്ടർ 24 മണിക്കൂർ പറഞ്ഞിരിക്കുന്നു, സദക്ക പിടിക്ക്, ദുആ ചെയ്തിട്ട് രക്ഷപ്പെടുത്ത്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ നമുക്കറിയാം സദക്ക വിപത്തിനെ തട്ടിമാറ്റുമെന്ന് നമുക്കറിയാം. പക്ഷേ കൊടുക്കാൻ മനസ്സില്ലടോ. മഴ പെയ്ത് കിടക്കുകയാ. എന്റെ മുന്നിലേക്ക് സംഘാടകർ ബക്കറ്റുമായിട്ട് കടന്നു വന്നു. ഉള്ളതിൽ പങ്കുകൊടുക്ക്, ഉള്ളതിൽ പങ്കുകൊടുക്ക്, എന്നിട്ട് വിപത്തുകളെ തട്ടിമാറ്റി രക്ഷപ്പെട്. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു. ഇൻഷാ അല്ലാഹ് അലി ഒന്ന് തണുപ്പിച്ചാൽ മതി, വേറെ പണിയൊന്നും ഇല്ലല്ലേ. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ, തടിയൊക്കെ കൂടുതലാട്ടാ. ശരി, ഇൻഷാ അല്ലാഹ്. 2 അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഹൃദയത്തിന്റെ അകത്ത് ഈമാൻ കേറിക്കഴിഞ്ഞാൽ പിന്നെ അവന് ദുഃഖമില്ല, നിരാശയില്ല. 2 ദുഃഖമില്ല, നിരാശയില്ല. എന്ത് സംഭവിച്ചാലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മനുഷ്യന് ടെൻഷനില്ല.